കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ ചേട്ടാ, ഈ പാതിരാത്രിയില് നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്ന നിങ്ങളെ അന്വേഷിച്ച. നിങ്ങളുടെ ഈ നാട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടും ഞങ്ങളെ തേടി ഞങ്ങളുടെ വീട് വരെ വന്നതല്ലേ. നിങ്ങൾക്കറിയാവുന്ന എന്തോ ഒരു കാര്യം ഞങ്ങളോട് പറയാനല്ലേ വന്നത്. നിങ്ങൾ എന്റെ ഏട്ടന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എന്റെ ഏട്ടന് എന്താ സംഭവിച്ചത്, എങ്ങനെയാ കാണാതായതെന്നൊക്കെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അതിനുവേണ്ടിയാ ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്നത്. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഗ്രാമത്തിന് പുറത്ത് ഇവിടെ നിന്നെയും കാത്തിരുന്നത്. നീ നാട്ടിൽ തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ വേണ്ടിയാ എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ ഇവിടേക്ക് വന്നത് മോളെ. പക്ഷേ എനിക്ക് വായ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവകാശം ഇവിടെ ആരും തരുന്നില്ല മോളെ. എല്ലാവർക്കും അറിയുന്ന പോലെ നിന്റെ ചേട്ടനൊരു നല്ല വ്യക്തി മാത്രമല്ല, മഹാപ്രമാണിയാണ്. പൗർണമി രാത്രിയുടെ പ്രത്യേകതകളെപ്പറ്റി, ആ ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യങ്ങളെപ്പറ്റി ഒരുപാട് വിഷയങ്ങൾ അവൻ മനസ്സിലാക്കി. അറിയാമോ? ഒരുപാട് കഷ്ടപ്പെട്ട ഏറെ പരിശോധനകൾ നടത്തി അവൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതി വെച്ചു മോളെ. ആ ഡയറിയെക്കുറിച്ച് നിന്നോട് പറയാൻ വേണ്ടിയാ ഞാൻ. പറയൂ സർ. ഞാൻ നിന്നോടൊന്നും പറയാതിരിക്കാൻ വേണ്ടി എന്നെ പിന്തുടർന്ന് ആരോ വന്നിരിക്കുകയാണ് മോളെ. നീ മടങ്ങിപ്പോ, നീ മടങ്ങിപ്പോ, മടങ്ങിപ്പോ. നീ ഇവിടുന്ന് പോ, പോ, പോ. നിങ്ങൾ ആവശ്യമില്ലാതെ ഭയപ്പെടുന്നതാ. നിങ്ങൾക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ഏട്ടനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെങ്കിൽ ഒന്ന് പറയൂ പ്ലീസ്. അയ്യോ, ഇവിടെ ആരും ഉണ്ട് മോളെ, എനിക്ക് പറയാൻ പറ്റില്ല. നീ തിരിച്ചു പോ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല സർ. നിങ്ങളെ ഞാൻ സഹായിക്കാം. ദയവ് ചെയ്തൊന്ന് പറയൂ സർ. മോള് വിചാരിക്കുന്ന പോലെ അവരത്ര നിസ്സാരക്കാരല്ല. എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ. അവർക്ക് തടസ്സം നിന്നാ കൊല്ലാനും മടിക്കില്ല അവര്. നീ എന്റെ കൂടെ ഇവിടെ നിന്നാ നിനക്കും അത് ആപത്താ. തിരിച്ചു പോ മോളെ, പ്ലീസ് തിരിച്ചു പോ മോളെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അയ്യോ, ഞാൻ പറയുന്നത് കേക്ക് മോളെ. നീ ഇവിടുന്ന് പോ, പോ. നോക്കേ, നാളെ നിന്നെ കാണാൻ വേണ്ടി ഞാനിവിടെ വരാം. നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാം. നിന്റെ ചേട്ടൻ ആഗ്രഹിച്ചത് നടക്കണമെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവണം. പ്ലീസ് തിരിച്ചു പോ മോളെ, തിരിച്ചു പോ, തിരിച്ചു പോ, തിരിച്ചു പോ മോളെ. ഭയപ്പെടരുത്, ഞാൻ നോക്കാം. പേടിക്കേ വേണ്ട, പേടിക്കരുത്. നിങ്ങൾക്കൊന്നും ആവില്ല. ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. പേടിക്കണ്ട കേട്ടോ. ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ എവിടേക്കാ മോളെ? വേണ്ട മോളെ, മോളെ വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട. മോളെ ഭവാനി, പോകല്ലേ മോളെ, തിരിച്ചു വാ മോളെ. മോളെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ നിൽക്കൂ. അതല്ല മോളെ, ഞാൻ പറയുന്ന കേക്ക്. അവര് നല്ലവരല്ല. ഞാൻ പറയുന്ന കേക്ക് മോളെ, അവര് നല്ലവരല്ല. ഞാൻ പറയുന്ന കേക്ക് മോളെ. ഓ ഓ
സർ, സർ, ഇവിടെ നിന്ന് ആളിത് എങ്ങോട്ടാ പോയത്? പാവം, ഒരുപക്ഷെ പേടിച്ച് എങ്ങോട്ടേലും പോയതായിരിക്കും. നാളെ വരുന്നല്ലേ പറഞ്ഞത്. നാളെ വന്ന് ഏട്ടന്റെ കാര്യം അറിയണം. ഡേയ്, ആ പാമ്പിന്റെ കൂടെ എടുത്തുണ്ടോ? ഏയ്, വാതില് പൂട്ടാതിട്ടിരിക്കുന്നതിന്റെ കാരണം ഞാൻ പുറത്തേക്ക് പോയത് ആരും കാണാത്തോണ്ട് തന്നെയാ. അയ്യോ,
ഈ സമയത്ത് ഉറങ്ങാതെ നീ ഇവിടെ നിൽക്കാം മോളെ. ദാഹം തോന്നി, വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ അച്ഛാ. കുടിച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോഴാ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നത്. ശരി, പോയി കിടന്നുറങ്ങാം. കുറച്ചുകൂടി നേരത്തെയാണ് വന്നിരുന്നെങ്കിൽ എല്ലാം തീർന്നെന്നെ. ഭാഗ്യം രക്ഷപ്പെട്ടു. ഹലോ മേഡം, പറയൂ. ക്ഷേത്രത്തിലെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെ കൂടി ഞങ്ങളിപ്പോ വകവരുത്തി. ആരും നിങ്ങളെ കണ്ടില്ലല്ലോ? ഇല്ല മേഡം. ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല മേഡം. മേഡം പറഞ്ഞതുപോലെ പോയിസൺ ഇഞ്ചക്ഷൻ കൊടുത്താ കൊന്നത്. പാമ്പ് കടിയിട്ട് മരിച്ചാണെന്ന് ഈ നാട്ടുകാർ വിചാരിക്കും. ആ രഹസ്യത്തെക്കുറിച്ച് അറിഞ്ഞവരും ആ രഹസ്യത്തെ അന്വേഷിക്കുന്നവരും ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ശരി മേഡം. ആളുകളെ കൊല്ലുന്നത് നമ്മളാണെന്നുള്ള കാര്യം ആരും അറിയരുത്. അതിപ്പോ ആരെ കൊന്നാലും. മേഡം, പാമ്പ് കടിച്ച് മരിച്ചെന്ന് എല്ലാരും വിചാരിക്കണം. അതല്ലേ വേണ്ടത്. ഗുഡ്. നാഗപുരത്ത് ഞങ്ങൾ സീക്രട്ട് ആയിട്ടാണ് പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ജനങ്ങളുടെ വിശ്വാസവും സെന്റിമെന്റ്സും സിറ്റുവേഷനും ഒക്കെ അടങ്ങുന്ന കാര്യമാണിത്. ഫസ്റ്റ് നിങ്ങൾ ഈ പോയിന്റാണ് മനസ്സിലാക്കേണ്ടത്. നാഗപുരത്തെ എന്റെ ആളുകൾ കൃത്യമായി അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ സാൽവിയെ നിങ്ങൾ വില കുറച്ച് കാണരുത്. നിന്നോടൊന്ന് പറയാതിരിക്കാൻ വേണ്ടി എന്നെ പിന്തുടർന്ന് ആരോ വന്നിരിക്കുകയാണ് മോളെ. നീ മടങ്ങിപ്പോ, നീ മടങ്ങിപ്പോ, മടങ്ങിപ്പോ. നീ ഇവിടുന്ന് പോ, പോ, പോ. നോക്കേ, നാളെ നിന്നെ കാണാൻ വേണ്ടി ഞാനിവിടെ വരാം. നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാം. ഇന്നലെ കണ്ട ഏട്ടന്റെ ഫ്രണ്ട് തീർച്ചയായിട്ടും പുറത്തെവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അയാൾ ഏട്ടനെ കുറിച്ച് എന്തോ പറയാൻ വേണ്ടിയാ വന്നത്. ഏട്ടൻ എന്താ സംഭവിച്ചെന്ന് അയാളോട് ചോദിച്ചറിയണം. ഭവാനി, അതിരാവിലെ നീ എങ്ങോട്ടാ മോളെ പോകുന്നേ? നിന്നോടാ ചോദിച്ചത് ഭവാനി, എവിടെ പോകുന്നെന്ന്. അച്ഛാ, അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിലേക്കാ പോകുന്നത്. ക്ഷേത്രത്തിലേക്കോ? അതെ അച്ഛാ. ദൈവം, പൂജ, ആചാരാനുഷ്ഠാനങ്ങൾ, ഇതിലൊന്നും നിനക്ക് വിശ്വാസമില്ലല്ലോ. ഈശ്വരനെ വിശ്വസിക്കാത്ത നീ ക്ഷേത്രത്തിലേക്ക് എന്തിനാ പോകുന്നത്? ഞാൻ കള്ളാ പറഞ്ഞെന്ന് അച്ഛൻ കണ്ടുപിടിച്ചല്ലോ. മുതലാളി, മുതലാളി. എന്താ, എന്തു പറ്റി? ഇന്നലെ മുതലാളിയുടെ മോന്റെ കൂട്ടുകാരൻ സുന്ദരം വീട്ടിൽ വന്നില്ലായിരുന്നോ? അയാള് പാമ്പ് കടിച്ചു മുതലാളി.
പാമ്പ് കടിച്ചെന്നോ? അതേ മോളെ, കാലത്ത് നാട്ടുകാരാ കണ്ടത് അയാൾ മരിച്ചു കിടക്കുന്നത്. മരിച്ചു പോയിന്നോ? അതേ മോളെ. ഭവാനി, നീ നാട്ടിൽ തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ വേണ്ടിയാ എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ ഇവിടേക്ക് വന്നത് മോളെ. പക്ഷേ എനിക്ക് വായ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവകാശം ഇവിടെ ആരും തരുന്നില്ല മോളെ. എല്ലാവർക്കും അറിയുന്ന പോലെ നിന്റെ ചേട്ടനൊരു നല്ല വ്യക്തി മാത്രമല്ല, മഹാപ്രമാണിയാണ്. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല. ഭവാനി, ഭവാനി, എന്റെ ഏട്ടനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയായിരുന്നു. ഇദ്ദേഹം വഴി എന്റെ ഏട്ടൻ എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ഇന്നലെ രാത്രി കൂടി ഞാൻ ഇയാളോട് സംസാരിച്ചതാ. പക്ഷെ രാവിലെ ആയപ്പോഴേക്കും ഇയാൾക്ക് എന്താ സംഭവിച്ചത്? സത്യം കണ്ടുപിടിക്കാനായിട്ട് ഒരു സാക്ഷിയെങ്കിലും കിട്ടിയല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. പക്ഷെ ഉണ്ടായിരുന്ന ഒരു സാക്ഷിക്ക് ഇപ്പൊ ഇതാണല്ലോ സംഭവിച്ചത്. അന്നൊരു കാപ്പ് ചെയ്യാൻ ഏൽപ്പിച്ച ആളും പാമ്പ് കടിയേറ്റ് തന്നെയാ മരിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഇയാളും. പാമ്പ് കടിയേറ്റ് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടും കൂടി അതിന് ദൈവമായി കണ്ട് തൊഴുത് കുമ്പിടുന്നു. എല്ലാരും ഈ അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് പാമ്പിനെ വരെ പൂജിക്കുന്നു. നിങ്ങൾ ആരും മാറില്ലേ? ഇയാള് പാമ്പ് കടിയേറ്റല്ല മരിച്ചത്. ഇറ്റ്സ് എ പ്ലാൻഡ് മർഡർ. What? യെസ്, ഇയാൾ ആരോ വ്യക്തമായ പ്ലാനിംഗ് കൂടെ കൊന്നിരിക്കുക. നീ എന്തായി പറയുന്ന അർജുൻ? ടു മൈ നോളജ് പൊതുവെ 70% പാമ്പുകളും വിഷമില്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ പാമ്പ് കടിയേറ്റ് എല്ലാവരും മരിക്കാറുമില്ല. എന്നിട്ടും ചിലരൊക്കെ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പാമ്പ് കടിച്ചല്ലോ എന്ന് ഓർത്ത് ടെൻഷനായിട്ട് ഹൈപ്പർ ടെൻഷൻ വന്ന് ഹാർട്ട് അറ്റാക്ക് വന്നാ മരിക്കുന്നത്. ഇയാൾ ടെൻഷനോ ഹാർട്ട് അറ്റാക്കോ വന്ന് മരിച്ച ആളല്ല. അങ്ങനത്തെ ഒരാളായിരുന്നുവെങ്കിൽ ഈ നാട്ടുകാരെ അടിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും കൂടെ ഒരു പേടി പോലും ഇല്ലാതെ തന്റെ ചേട്ടനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ധൈര്യത്തോടെ തന്റെ വീട്ടിലേക്ക് വന്ന ആളല്ലേ. ഹി ഈസ് ഗോട്ട് ദ വിൽ ടു ഹോൾഡ് ദ ടെൻഷൻ. സോ പോയിന്റ് നമ്പർ 1, ഇയാൾ ടെൻഷൻ അടിച്ചല്ല മരിച്ചത്.
ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. പാമ്പ് കടിച്ചിട്ടാണെങ്കിൽ പോയിസൺ ബ്ലഡിൽ കലർന്ന് ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും പോകുന്ന സർക്കുലേഷൻ നടക്കില്ല. അങ്ങനെയാണ് മരണം സംഭവിക്കാറ്. ഇതിനിടയിൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ രക്ഷപ്പെടും. യെസ്. ഇനിയിപ്പോ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ പോലും പോയിസൺ ബ്ലഡിൽ സർക്കുലേറ്റ് ആയി മനുഷ്യൻ മരിക്കുന്നതിന് 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ എടുക്കും. രാത്രി ഞാൻ ഇയാളെ കണ്ടതായിരുന്നു. അതിനുശേഷം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മരണപ്പെട്ടിട്ട് 6 മണിക്കൂറിന് മുകളിൽ ആയില്ല എന്നതാ സത്യം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മരണം സംഭവിച്ചെങ്കിൽ ഏറ്റവും വിഷം കൂടിയ പാമ്പായിരിക്കും അയാളെ കടിച്ചിട്ടുണ്ടാവുക. Hey, look here.